അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദര സഹോദരിമാരെ, മുഹബ്ബീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം അതിൻ്റെ അവസാനത്തിലേക്ക് ചേരാൻ പോകുന്ന ഒരു മൂമെൻറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ വിശ്വാസികളായ നമ്മളൊക്കെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ വളരെ പരിശുദ്ധമാക്കപ്പെട്ട 2 ആയത്തുകൾ അത് പരിപൂർണമായി പാരായണം ചെയ്യണം റജബ് തീരുന്നതിന് മുമ്പ്. അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ പ്രത്യേകതകൾ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യാവസാനം നിർബന്ധമായും കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം, കമൻറ്റിൽ എല്ലാവരും വരണം, ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഓരോ ക്ലാസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ്. അതായത് നഷ്ടം അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ വിട്ടുപോയാൽ ഒട്ടനവധി നഷ്ടങ്ങളുണ്ടാകും. പ്രസക്തമായ പോയിന്റുകൾ നമ്മൾ പറയുന്നത്. അപ്പോൾ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസം തീരുന്നതിന് മുമ്പ് ഖുർആനിൻ്റെ 2 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തിരിക്കണം. ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് പരിശുദ്ധമായ മിഅ്റാജിൻ്റെ രാവിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല 2 ഗിഫ്റ്റ് പ്രധാനപ്പെട്ട 2 ഗിഫ്റ്റ് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു സമ്മാനം നമുക്കെല്ലാം അറിയാം, 5 വഖത്ത് നിസ്കാരമാണ്. മറ്റൊരു സമ്മാനം പലപ്പോഴും നമ്മൾ അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടില്ല. അതെന്താ? പരിശുദ്ധമായ ഖുർആനിൻ്റെ 6000 ചില്ലറ ആയത്തുകളിൽ വേറിട്ട 2 ആയത്തുകളാണ് സമ്മാനമായിട്ട് കൊടുത്തത്. ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിൻ്റെ 6000 ചില്ലറ ബാക്കിയുള്ള മുഴുവൻ ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ സ്വല്ലല്ലാഹു വസ്സലാം മുഖേന വഹി മുഖേന ഭൂമി ലോകത്താണ് കൊടുക്കുന്നത്. ഈ 2 ആയത്തോ വാനലോകത്ത്, ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നേരിട്ട് ഡയറക്റ്റ് സമ്മാനം കൊടുക്കുക. അപ്പോൾ തന്നെ മനസ്സിലായി ഈ 2 ആയത്തുകളുടെ ബെനിഫിറ്റ്, പ്രത്യേകത എന്താണ്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിലെ ഈ 2 ആയത്തുകൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മഹത്വം പറയുന്ന ഹദീസ് പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒന്നിച്ചിരിക്കുന്ന ഒരു മജ്ലിസിൽ സ്വഹീഹായ ഹദീസിൽ കാണാം, അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശലോകത്ത്, വാനലോകത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പം ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്ത് നിന്ന് കേട്ട ആ ഒരു സൗണ്ടിൻ്റെ കാരണം പറയുന്നുണ്ട്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശലോകത്ത് ഇന്നവരെ തുറക്കാത്തൊരു കവാടമുണ്ട്, ഒരു വാതിൽ. അത് ഇന്നവരെ തുറന്നിട്ടില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് വൺ ഇന്ന് തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ തുറക്കാത്ത ആകാശത്തിൻ്റെ വാതിൽ തുറന്നു. എന്തിനാ തുറന്നത്? ആ തുറന്ന വാതിലിലൂടെ അള്ളാഹുവിൻ്റെ ഒരു മലക്ക് ഭൂമിയിലേക്ക് വന്നു. എന്താ അതിൻ്റെ പ്രത്യേകത? ഇന്ന് വരെ ആ മലക്ക് ഭൂമിയിലേക്ക് വന്നിട്ടില്ല. വേറെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്, ഈ മലക്ക് വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായി തുറക്കപ്പെട്ട ആകാശത്തിൻ്റെ വാതിൽ, അതിലൂടെ ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു മഹാനായ മലക്ക് അങ്ങനെ ഇറങ്ങി വന്നു. ഈ മലക്ക് നേരെ വന്നിട്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് നേരിട്ട് വന്നിട്ട് ഫസല്ലമ, അവിടത്തിനോട് സലാം ചൊല്ലി, അവിടുന്ന് സലാം മടക്കി. എന്നിട്ട് മലക്ക് പറയുന്ന മെസ്സേജ് എന്താണെന്നറിയോ? അബ്ശിർ ബിനൂറൈൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 പ്രകാശം കൊണ്ട് അങ്ങ് സന്തോഷിച്ചോളൂ. ആ ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് ഞാൻ വന്നത് എന്നാണ് ഈ മലക്ക് പറയുന്നത്. 2 നൂറ്, 2 വെളിച്ചം, അതുകൊണ്ട് സന്തോഷിച്ചോളൂ. ഏതാ 2 വെളിച്ചം? ഒന്ന്, ഏറ്റവും പ്രഗത്ഭമായ 100 വെളിച്ചം, ഖുർആനിൻ്റെ ഉമ്മ, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ, അതാണ് ഒരു വെളിച്ചം. രണ്ടാമത്തെ വെളിച്ചോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന 2 ആയത്തുകൾ, വെറൈറ്റി 2 ആയത്തുകൾ, അതാണ് രണ്ടാമത്തെ വെളിച്ചം. ഇത് മഹാനായ മലക്ക് പറയാം, കഴിഞ്ഞു പോയ ഒരു അമ്പിയാക്കൾക്കും ഈ ഗിഫ്റ്റ് അല്ലാഹു കൊടുത്തിട്ടില്ല, ഈ 100 കൊടുത്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഈ പരിശുദ്ധമായ ഈ 100, ഈ വെളിച്ചം ആര് പാരായണം ചെയ്യുന്നോ, ഓതുന്നോ, തീർച്ചയായിട്ടും അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാകും. നടക്കാത്ത സ്വപ്നമായി നിൽക്കുന്ന സകല സ്വപ്നങ്ങളും പൂവണിയും ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നവർക്ക്. അതിൻ്റെ ഫലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ പരിശുദ്ധമായ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന 2 മനോഹരമായ ആയത്തുകളുടെ പ്രത്യേകതകൾ മഹാന്മാരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫതഅല്ലമൂഹുമാ ഫഅല്ലിമൂഹുമാ. ഈ 2 ആയത്തുകൾ നിങ്ങൾ പഠിച്ചു,
നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ അറിഞ്ഞു, അതുമാത്രം പോരാ. പിന്നെയോ അത് നിങ്ങൾ പഠിക്കണം, പഠിപ്പിക്കണം, ടീച്ച് ചെയ്യണം. നിങ്ങൾ ആർക്ക്? ഫഅല്ലിമൂഹുമാ നിസാഅക്കും വഅബ്നാഅക്കും. നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ ഇണകളെ നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഈ 2 മനോഹരമായ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. എന്താണ് പ്രത്യേകം ഈ ആയത്തുകൾ? എല്ലാ ആയത്തുകളും പഠിപ്പിച്ചു കൊടുക്കണമല്ലോ, ഖുർആൻ പഠിപ്പിക്കണമല്ലോ. ഈ ആയത്തുകൾ വെറൈറ്റിയായി പഠിപ്പിക്കണമെന്ന് പറയാനുള്ള സാഹചര്യം എന്താണ്? കാരണം എന്താണ്? ഫഇന്നഹുന്ന സ്വലാത്തുൻ വദുആഉൻ വഖുർആനുൻ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും ഈ 2 ആയത്തുകൾ ഫഇന്നഹുന്ന സ്വലാത്തുൻ, ഇത് സ്വലാത്താണ്, വദുആഉൻ, ഇത് ദുആയാണ്, വഖുർആനുൻ, ഇത് ഖുർആനാണ്. അങ്ങനെ സ്വലാത്തും ഖുർആനും ദുആയും എല്ലാം കൂടെ സമ്മേളിക്കുന്ന അത്ഭുതം നിറഞ്ഞ 2 ആയത്തുകളാണ് ഈ ആയത്തുകൾ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വഇന്നഹുന്ന യുദ്ഖിൽനൽ ജന്ന, ഇത് ആത്മാർത്ഥമായി ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും ഈ 2 ആയത്തുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. തീർന്നില്ല, വഇന്നഹുന്ന യുർലീന റഹ്മാൻ, റഹ്മാനായ പടച്ചതമ്പുരാന് ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധമായ ആയത്തുകളാണ് ഈ 2 ആയത്ത്. ഇത് ഒരാൾ ഓതിയാൽ, ഒരു സഹോദരനോ സഹോദരിയോ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരോട് വല്ലാത്ത പൊരുത്തമുണ്ടാകും, വല്ലാത്ത ഇഷ്ടമുണ്ടാകും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. വഹുമാ ഇസ്ഫിയാനി, ഈ 2ഉം നിങ്ങളുടെ ശാരീരിക മാനസിക രോഗങ്ങൾ മാറ്റാൻ ഏറ്റവും ഫിറ്റാണ് എന്നാണ് ഹദീസിൽ പറയുന്നത്. മാത്രമല്ല, കേൾക്കണോ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ 2 ആയത്തുകൾ പ്രിയപ്പെട്ടവരെ രാവും പകലും, രാത്രിയും പകലും ദായിമാക്കി ഓതുന്ന, പതിവായി ഓതിപ്പോരുന്നൊരു ശൈലി ഉണ്ടെങ്കിൽ, ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അആനഹുല്ലാഹു അലൽ ഹിഫ്ള്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സെക്യൂരിറ്റി അള്ളാഹു ഇറക്കി കൊടുക്കുന്നതാണ്. ഒരു പ്രയാസം ഉണ്ടാകില്ല, അള്ളാഹിൻ്റെ വലിയ കാവൽ അവർക്ക് ഇറക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ശരീരത്തിന് ഒരു ഉന്മേഷം, ഒരു തേജസ് ഉണ്ടാകാൻ, ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ ശരീരം ആക്റ്റീവായി നിൽക്കാൻ, ഈ തളർന്നു പോകുന്ന എപ്പോഴും ക്ഷീണം, ഒന്നിനും വയ്യ, രോഗമൊന്നുമില്ല എങ്കിലും വയ്യായിക, ഒരു ക്ഷീണം, ഒരലസത, മടി, അതൊക്കെ മാറിയിട്ട് ശരീരം ആക്റ്റീവാകുന്നു, നല്ല ഉന്മേഷം ഉണ്ടാകും ശരീരത്തിന്. അതേപോലെ തന്നെ വഖല്ലാദൈനഹു, കടങ്ങൾ, കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടാനുള്ള സംവിധാനം തുറന്നു നൽകും ഈ പരിശുദ്ധമായ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ മഹാരഥന്മാരായ ഉലമാക്കൾ ഇതിൻ്റെ ഫളായിലുകൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കടങ്ങൾ വീട്ടാൻ കാരണമാകും. ശത്രുക്കൾ നമ്മുടെ നേരെ ആരെല്ലാം എങ്ങനെയെല്ലാം ശത്രുത കൊണ്ട് വന്നാലും അവർ പരാജയപ്പെടും, അവർ നശിച്ചു പോകും, ശത്രുക്കൾ നശിച്ചു പോകും. അക്രമകാരികൾ നമ്മുടെ നാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആക്രമിക്കാൻ ഏത് പടപ്പ് വന്നാലും അതിൻ്റെ ഷറിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഈ പാരായണം ചെയ്യുന്നവർക്ക് ഈമാന് ശക്തി കൂടും, ഈമാൻ ശക്തി പ്രാപിക്കും. മഹാന്മാരായ ഉലമാക്കൾ അവിടെ കിതാബിൽ പറയുന്നുണ്ട്, ഒരാളുടെ ലൈഫിൽ, ജീവിതത്തിൽ, ആയുസ്സിൽ ഒരു വട്ടം നിസ്കാരശേഷം ഈ പരിശുദ്ധമായ ആയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യാം. ഈ 2 ആയത്തുകൾ, അതായത് പരിശുദ്ധമായ ഈ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന 2 ആയത്ത് ലൈഫിൽ ഒരു വട്ടം പാരായണം ചെയ്താൽ, മഹാന്മാർ അതിൻ്റെ ചേരുവകളൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ ഈമാൻ ഇല്ലാതെ മരിക്കൂല എന്നാ. ഈമാൻ ഉറപ്പായും സലാമത്താകും. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഈമാൻ ശക്തി കൂടും ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക്. മാത്രമല്ല, മുറാദുകളെ ഹാസ്വിലാകാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ ഏറ്റവും ഫിറ്റാണ്. ഈ ആയത്ത് ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാരുന്നാൽ ഏതാവശ്യവും അള്ളാഹു നിറവേറ്റി തരും എന്നതിൻ്റെ ഫളായിൽ കാണാം. രാത്രി ഒരാൾ ഇത് പാരായണം ചെയ്താൽ കഫത്താഹു, ഈ 2 ആയത്തുകൾ മതിയാകുന്നതാണ്. ഒരു മുസീബത്തുകളോ ഒരു രോഗങ്ങളോ അപകടങ്ങളോ രാത്രിയിൽ ഒരു ഷർറുകളോ അവരെ ബാധിക്കില്ല, ഒന്നുണ്ടാകില്ല, അള്ളാഹിൻ്റെ കാവലുണ്ടാകും. ഈ ആയത്തുകൾ പാരായണം ചെയ്യുക രാത്രിയിൽ. എന്നാൽ അവർ രാത്രിയിൽ ഉറങ്ങിയാൽ പോലും അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിക്കുന്ന കൂലിയായിരിക്കും എന്നെല്ലാം ഇതിൻ്റെ ഫളായിൽ കാണാം. അപ്പോൾ പൊന്നായ ആയത്തുകളാണ് ഈ 2 ആയത്തുകൾ. നിർബന്ധമായും പതിവില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ നമ്മൾ പതിവാക്കണം, ഒരു തീരുമാനം എടുക്കണം. ഇത്രയും ഹൈറും ബറക്കത്തും ബെനിഫിറ്റും കിട്ടാൻ പോകുന്ന ഈ 2 ആയത്തുകൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പതിവായി ഓതിപ്പോരുന്നവർ
പീരീഡ്സിൻ്റെ സമയം വരുമ്പോൾ ഞാൻ മുടങ്ങാതെ ഓതുന്ന ഒരു വിറുതാണ് ദിക്കറാണെന്നുള്ള നിയ്യത്തിൽ അപ്പോഴും അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ കുഴപ്പമൊന്നുമില്ല. ഖുർആനാണ് എന്നുള്ള നിയ്യത്തിലല്ലേ നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഓതാൻ പറ്റാതിരിക്കുന്നത്. ഇത് ഓതുന്നുണ്ട് വിരോധമില്ല. എങ്ങനെ ഓതണം? ദിക്കർ പതിവായി ഓതുന്നൊരു വിറുതാണ് ദിക്കറാണ് എന്നുള്ള നിയ്യത്തിൽ തന്നെ പോവുക. അപ്പോൾ അൽഹംദുലില്ലാ ആ മനോഹരമായ 2 ആയത്തുകൾ ഏതാണ് എന്നൊന്ന് പരിചയപ്പെടേണ്ടേ പ്രിയപ്പെട്ടവരെ. അള്ളാഹിൻ്റെ വലിയ തൗഫീഖല്ലേ, ഒരു ഭാഗ്യല്ലേ ഇതറിയാനുള്ള തൗഫീഖ് എന്ന് പറയുന്നത്. ആ 2 ആയത്തുകൾ ഏതാ? പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ ഫിനിഷിംഗ് പോയിന്റ്, അതിൻ്റെ ലാസ്റ്റ് 2 ആയത്തുകളാണ്. ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന നമുക്കെല്ലാം സുപരിചിതമായ ഒരു മുഅ്മിനായ മനുഷ്യനോട്, മുഅ്മിനത്തായ ഉമ്മയോട് ഏതാണ് ആമനർ റസൂൽ എന്ന് പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റ്, സൂറത്തുൽ ബഖറ തീരുന്ന ലാസ്റ്റ് 2 ആയത്തുകൾ, അതാണ് ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തും അതിന് ശേഷമുള്ളതും. അത് സ്വലാത്താണ്, ദുആയാണ്, ഖുർആനാണ്. എല്ലാ മഹത്വമുണ്ട്. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്ത് ആമീൻ പറയും. കാരണം ഇതിൽ ദുആയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവിധ ഖൈറും ബറക്കത്തും കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് റജബിൽ മിഅ്റാജിൻ്റെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ സമ്മാനം ഗിഫ്റ്റാകുന്ന ഈ മനോഹരമായ അള്ളാഹുവിൻ്റെ സമ്മാനം ഈ റജബ് തീരുന്നതിന് മുമ്പ് ഈ 2 ആയത്തുകളൊന്ന് ഓതി പൂർത്തീകരിക്കാൻ മിനിറ്റ് മതിയല്ലോ. 1 മിനിറ്റ് പോലും വേണ്ട പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പാരായണം ചെയ്യാൻ. അതുകൊണ്ട് പതിവായി 1 വട്ടമെങ്കിലും ഓതും എന്നുള്ളൊരു തീരുമാനം ഇന്ന് ഓതിക്കൊണ്ട് നമ്മളെല്ലാം എടുക്കണം. കഴിവിൻ്റെ പരമാവധി മുടങ്ങാതെ നോക്കണം. ഈ ക്ലാസ് നിർബന്ധമായും കേൾക്കുന്നതോടൊപ്പം അതേപോലെ നിർബന്ധമാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റിൽ നിങ്ങൾ ഒരു വാക്കുകൊണ്ടെങ്കിലും വരാതെ പോകരുത്. കേട്ടതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് നിങ്ങൾ കൂട്ടണം. എന്തുകൊണ്ടാണെന്നറിയോ? കമൻറ്റും ലൈക്കും നിങ്ങൾ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ ഈ ക്ലാസ് നമ്മെപ്പോലെ ഒരുപാട് പേർക്ക്, നമ്മൾ അയച്ചു കൊടുക്കാത്ത ആളുകളുണ്ടാവുമല്ലോ, അവർക്കൂടെ ക്ലാസ് കിട്ടാൻ കാരണമാകും. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടാൻ നമ്മുടെ ഈ സപ്പോർട്ട് കാരണമാണ്. പിന്നെ പ്രധാനപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ആരെങ്കിലും അറിയാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം, ഓൾ സെലക്ട് ചെയ്യണം. അൽഹംദുലില്ലാ അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവട്ടമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.